നമ്മൾ ഏതൊരു ഉപകരണം വാങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു ഉപകരണം വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ നമുക്ക് കിട്ടും. ആ ഇൻസ്ട്രക്ഷൻ മാനുവലിൽ എന്താണ് പറയുന്നത്? ഇതെങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഉപയോഗിക്കേണ്ടത്. അവിടെ എഴുതിയിട്ടുണ്ടാവും, റീഡ് ദ ഇൻസ്ട്രക്ഷൻസ് കെയർഫുള്ളി ബിഫോർ യൂസിങ് ദിസ് പ്രോഡക്റ്റ് എന്ന്. ആ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് കൃത്യമായി പഠിച്ചിരിക്കണം. അല്ലെങ്കിൽ അതിനെ നമ്മൾ തെറ്റായി ഉപയോഗിക്കും, കേടുവരും. നമുക്ക് നമ്മുടെ ജീവിതം, നമ്മുടെ ജനനം തൊട്ട് മരണം വരെ നമുക്ക് ജീവിക്കാനുള്ള ഒരു ഉപകരണമാണ് നമ്മളുടെ ഈ ശരീരം, ഇതിനകത്തുള്ള മനസ്സ്. ഈ മനസ്സും ശരീരവും എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? അതിൻ്റെ വർക്കിംഗ് പാറ്റേൺ, വർക്കിംഗ് മാനുവൽ ആരെങ്കിലും നമുക്ക് തന്നിട്ടുണ്ടോ? ഇല്ല. നമ്മുടെ ഉള്ളിൽ അസ്വസ്ഥത ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടില്ല. അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും ഒരു അന്ധവിശ്വാസത്തിലേക്ക് പോവുക, ഏതെങ്കിലും ഒരു ദൈവത്തെ വിളിക്കുക, ഏതെങ്കിലും സങ്കല്പത്തിൻ്റെ പുറകെ പോവുക, അല്ലെങ്കിൽ ഏതെങ്കിലും ജോത്സ്യൻ്റെ പുറകെ പോവുക എന്നുള്ള മാത്രമാണ് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ളത്.